നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 2001 എന്ന വർഷത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ടോപ്പ് 10ൽ വരുന്ന സിനിമകൾ ഏതൊക്കെയെന്നാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ടോപ്പ് 10ൽ ഉണ്ടാക്കിയിട്ടുള്ളത് കളക്ഷൻ ബേസിന്റെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ 10ാം സ്ഥാനം മുതൽ 1ാം സ്ഥാനം വരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ. 10ാം സ്ഥാനത്ത് വരുന്ന ചിത്രം എന്ന് പറയുന്നത് ദിലീപ് നായകനായ സൂത്രധാരൻ എന്ന് പറയുന്ന സിനിമയാണ്. ലോഹിദാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ദിലീപിന് പുറമെ മീര ജാസ്മിൻ ആദ്യമായി മലയാള സിനിമയിൽ അഭിനയിച്ച ചിത്രമാണിത്. സലീം കുമാർ അതുപോലെ തന്നെ കലോമണി എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിൽ എത്തിയ സിനിമ തന്നെയാണ് ഈ സൂത്രധാരൻ എന്ന് പറയുന്ന സിനിമ. പക്ഷേ ഈ സിനിമ ഒരു ശരാശരി വിജയം മാത്രമാണ് നേടിയത്. അങ്ങനെ 2001 പുറത്തിറങ്ങിയ ചിത്രം ഒരു ശരാശരി വിജയം നേടി നമ്മുടെ ലിസ്റ്റിലെ 10ാമത്തെ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ 9ാം സ്ഥാനത്തുള്ള സിനിമ എന്ന് പറയുന്നത് അത് മേഘ സന്ദേശം എന്ന് പറയുന്ന സിനിമയാണ്. സുരേഷ് ഗോപിയാണ് ഈ സിനിമയുടെ നായകനായി എത്തിയത്. സംയുക്ത മേനോനും അതുപോലെ തന്നെ പ്രധാന വേഷങ്ങളിൽ എത്തിയതാണ്. രാജസേനൻ സംവിധാനം ചെയ്ത് ഈ ചിത്രം 2001 പുറത്തിറങ്ങിയപ്പോൾ ഒരു ശരാശരി വിജയം മാത്രമാണ് നേടിയത്. അപ്പോൾ 2 സിനിമകൾ ശരാശരി വിജയമാണ് നേടിയത്. അപ്പോൾ ഈ ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ള സിനിമയാണ് മേഘ സന്ദേശം എന്ന് പറയുന്ന സിനിമ. ആ ഫോട്ടോ കത്തിച്ചത് ഞാനാ. അങ്ങനെ ഈ ലിസ്റ്റിലെ 8ാം സ്ഥാനത്തുള്ള ചിത്രവും ഒരു സുരേഷ് ഗോപി ചിത്രം തന്നെയാണ്. കെ മധു സംവിധാനം ചെയ്ത ഈ ചിത്രം നരിമാൻ എന്നാണ് ഈ ചിത്രം. ഈ ചിത്രവും ഒരു ശരാശരി വിജയം മാത്രമാണ് നേടിയത്. അങ്ങനെ 3 സിനിമ ശരാശരി വിജയം മാത്രം നേടിയ സിനിമകളാണ്. ഇതിൽ ജഗതി, ശ്രീകുമാർ അതുപോലെ തന്നെ ലാലു, സിദ്ദീഖ് എന്നിവരൊക്കെ വേഷങ്ങളിൽ എത്തിയ സിനിമയാണ്. അപ്പോൾ ഈ സിനിമ 8ാം സ്ഥാനത്താണ് ഉള്ളത്. ഇത്ര കോൺഫിഡൻസോട് കൂടി പറയുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗോപിപ്പിള്ള പറ. ഉഴപ്പണോ? 7ാം സ്ഥാനത്തുള്ള സിനിമ ദിലീപ്, കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ദോസ്ത് എന്ന് പറയുന്ന സിനിമയാണ്. കാവ്യമാധവനും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തതാണ്. അപ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ തുളസീദാസ് ആണ്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ഹിറ്റ് മാത്രമായിരുന്നു, ശരാശരി വിജയം മാത്രമായിരുന്നു നേടിയത്. പക്ഷെ സിനിമ ഒരു ഗംഭീര സിനിമ തന്നെയാണ്. പക്ഷെ ബോക്സ് ഓഫീസിൽ എന്തുകൊണ്ടോ ഈ സിനിമ ശരാശരി വിജയമാണ് നേടിയത്. അപ്പോൾ ദോസ്ത് എന്ന് പറയുന്ന സിനിമ 7ാം സ്ഥാനത്താണുള്ളത്. 6ാം സ്ഥാനത്തുള്ള സിനിമ എന്ന് പറയുന്നത് കലാഭമണി നായകനായ ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്ന സിനിമയാണ്. KM വിനു സംവിധാനം ചെയ്ത ഈ ചിത്രം കലാഭമണിയുടെ നല്ലൊരു പെർഫോമൻസ് കണ്ടുപിടിച്ച സിനിമ തന്നെയാണ് ഈ സിനിമ. അതുപോലെ തന്നെ ജഗതി, ശ്രീകുമാറും എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിൽ എത്തിയതാണ്. അപ്പോൾ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റായി മാറി. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഹിറ്റ് 6ാം സ്ഥാനത്ത് വരുന്ന കലാഭമണി നായകനായ ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്ന സിനിമയാണ്. അല്ല, ഞാൻ തനിക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ല. 5ാം സ്ഥാനത്തുള്ള ചിത്രം സിബി മലയിൽ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായ നവ്യ നായറിന്റെ ആദ്യ ചിത്രമായി പുറത്തിറങ്ങിയ ഇഷ്ടം എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ 5ാം സ്ഥാനത്തുള്ളാണുള്ളത്. ഇഷ്ടം എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഈ സിനിമ 5ാം സ്ഥാനത്താണുള്ളത്. ആരാ എന്താ വേണ്ടേ? ഒരു മിനിറ്റ് യൂസ് ചെയ്യും. 4ാം സ്ഥാനത്തുള്ളത് വിനയൻ സംവിധാനം ചെയ്ത് കലോമണി നായകനായ കരിമാടിക്കുട്ടൻ എന്ന് പറയുന്ന സിനിമയാണ്. കലോമണിയുടെ ഭീകര പെർഫോമൻസ് കാണിച്ചു തന്ന ഈ സിനിമ വലിയ രീതിയിൽ 2001 സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ചിത്രമാണ് കരിമാടിക്കുട്ടൻ എന്ന് പറയുന്ന ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. ആ പത്രത്തിലും വായിച്ചിരുന്നു, വായിച്ചോ, ടിവിയിലും പറയുന്നു. നമ്മുടെ ലിസ്റ്റ് അങ്ങനെ 3ാം സ്ഥാനം വരെ എത്തിയിരിക്കുകയാണ്. 3ാം സ്ഥാനത്തുള്ള സിനിമ അത് പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാലും മുകേഷും ഒക്കെ പ്രധാന വേഷങ്ങളിൽ എത്തിയ കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമയാണ്. 2001 പുറത്തിറങ്ങിയ ഈ ചിത്രം 3ാം സ്ഥാനത്താണുള്ളത്. ഈ സിനിമയിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സിനിമയാണ്. അങ്ങനെ 2001 3ാം സ്ഥാനം കൈപിടിച്ചിരിക്കുന്ന സിനിമ അത് കാക്കക്കുയിലാണ്. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു. അങ്ങനെ 2001 ഏറ്റവും വലിയ വിജയമായി മാറിയിട്ടുള്ള 2ാം സ്ഥാനത്തുള്ള ചിത്രം ഏതാന്ന് ചോദിച്ചാൽ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ പറക്കും തളിക എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തഫയാണ്. നായികയായി വന്നിരിക്കുന്നത് നിത്യദാസ് ആണ്. നിത്യദാസിന്റെ ആദ്യ ചിത്രം കൂടിയാണിത്. അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് പറക്കും തളിക എന്ന് പറയുന്ന ചിത്രം. ഈ
ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു മെഗാ ഹിറ്റ് ആയിട്ടാണ് മാറിയത്. സൂപ്പർ ഹിറ്റ് അല്ല, അതുക്കും മേലെ മെഗാ ഹിറ്റ് ആയിട്ടാണ് മാറിയത്. ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അപ്പോൾ 2001 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമ ഏതാന്ന് ചോദിച്ചാൽ അത് രാവണപ്രഭുവാണ്. മോഹൻലാൽ നായകനായി രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാള സിനിമയിൽ 2001 ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ ചിത്രമാണ് രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രം. ഇതിൽ വാര്യർ എന്ന കഥാപാത്രവും ഇന്നസെന്റ് ചെയ്ത കഥാപാത്രവും നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം കൂടിയാണ്. അപ്പോൾ 2001 ഏറ്റവും കൂടുതൽ വിജയം നേടിയ സിനിമ അത് ഒന്നാം സ്ഥാനത്ത് രാവണപ്രഭു ആണ്. ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം. എന്താടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞിട്ട് പോടാ. നമുക്കൊന്ന് മാറിയെന്ന്